ആകാശവാണി കണ്ണൂർ. വാക്കുകൾ അവസാനിക്കുന്നിടത്താണ് സംഗീതം തുടങ്ങുന്നത് എന്ന് പറയാറുണ്ട്. ഒരു കഥാകാരന് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്തത് സംഗീതം പൂർത്തിയാക്കുന്നു. അതുകൊണ്ടായിരിക്കാം പറയുന്നത് സിനിമയുടെ ആത്മാവ് സംഗീതമാണെന്ന്. നമ്മളൊരു സിനിമ കണ്ടിറങ്ങിയാൽ ചിലപ്പോൾ അതിന്റെ കഥ മറന്നേക്കാം. പക്ഷേ അതിലെ ഒരു ഈണമോ വരികളോ നമ്മുടെ ഉള്ളിൽ എന്നും സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കും. ചില പാട്ടുകൾ വെറുമൊരു കേൾവിയല്ല. അവ കേൾക്കുമ്പോൾ പഴയൊരു ഓർമ്മയിലേക്കോ നമ്മൾ പ്രണയിച്ച മുഖങ്ങളിലേക്കോ ഒക്കെ അവ നമ്മെ കൊണ്ടുചെന്നെത്തിക്കും. പ്രണയിതാക്കളുടെ മൗനത്തിന് സംഗീതം ഈണം നൽകുന്നു. വിരഹത്തിന്റെ വേദനയ്ക്ക് അത് താളം നൽകുന്നു. ഒരു നല്ല പാട്ട് നമ്മുടെ കാതിലല്ല, അത് നമ്മുടെ ആത്മാവിലാണ് പതിയുന്നത്. പ്രിയപ്പെട്ടവരെ, സിനിമയെ നെഞ്ചേറ്റുന്ന എല്ലാവർക്കും കണ്ണൂർ ടാക്കീസിലേക്ക് സ്വാഗതം. നമസ്കാരം, ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ വരികയാണ്. ഹലോ, നമസ്കാരം. പേര്? എന്റെ പേര് മനോജ് തോമസ്. എന്താ ചെയ്യുന്നേ? ഞാൻ ദുബായില് അഡ്വർടൈസിംഗ് ഫീൽഡില് ആർട്ട് ഡയറക്ടറായിട്ടാണ് കഴിഞ്ഞ ഒരു 10-16 വർഷമായിട്ട് ജോലി ചെയ്തു വരുന്നത്. ഓ, ശരി ശരി. ചെറുപ്പത്തിൽ തന്നെ ഈ അഡ്വർടൈസിംഗ് അതേപോലെ തന്നെ മീഡിയ അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? ചെറുപ്പം മുതൽ എനിക്ക് കലാപരമായിട്ടുള്ള കാര്യങ്ങളോട് വളരെ താല്പര്യമായിരുന്നു. അത്യാവശ്യം വരയ്ക്കുമായിരുന്നു, പാടുമായിരുന്നു. സ്കൂളിലും കാലഘട്ടങ്ങളിലൊക്കെ നിരവധി മത്സരങ്ങൾക്കും ഒക്കെ പങ്കെടുക്കുകയും സമ്മാനം കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കലാപരമായിട്ടുള്ള കാര്യങ്ങളോട് വളരെ താല്പര്യമായിരുന്നു. വളരെ ചെറിയ കാലം മുതലേ ഞാൻ പാടാൻ വേണ്ടിയിട്ട് പോകാറൊക്കെ ഉണ്ടായിരുന്നു. പ്രൊഫഷണൽ ഗാനമേള രംഗത്തേക്കൊക്കെ പാടാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഒരു സ്കൂൾ കാലഘട്ടം മുതലൊക്കെ ഗാനമേളയ്ക്കൊക്കെ പാടി തുടങ്ങിയതായിരുന്നു. അപ്പൊ അങ്ങനെ ഭയങ്കര താല്പര്യമായിരുന്നു ഇത്. അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. ഇപ്പോഴും അത് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഞാൻ ജനിച്ചു വളർന്ന് പഠിച്ചതൊക്കെ കണ്ണൂരിൽ തന്നെ പയ്യാവൂരിനടുത്തുള്ള ചുണ്ടപ്പറമ്പ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ്. പക്ഷെ ഇപ്പോൾ താമസം തിരുവനന്തപുരത്താണ്. സംസാരത്തിൽ പറഞ്ഞു ചുണ്ടപ്പറമ്പ് എന്ന മനോഹരമായ ഗ്രാമം. തിരുവനന്തപുരത്തേക്കുള്ള ഒരു ഷിഫ്റ്റിംഗ്, ഗ്രാമമായിട്ടൊരു മിസ്സിംഗ് ഉണ്ടോ? എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാലും, ഞാൻ ദുബായിൽ നിന്ന് നേരെ ട്രിവാൻഡ്രത്തേക്ക് വന്നു കഴിഞ്ഞാൽ പോലും ഞാനൊരു 3-4 ദിവസം ഇവിടെ നിൽക്കും. അത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും എന്റെ നാട്ടിലെത്തും. അവിടെ നാട്ടിലെത്തി എന്റെ കൂട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആയിട്ട് ചേരുമ്പോഴാണ് നമുക്കെപ്പോഴും സന്തോഷം. നമ്മുടെ നാടിന്റെ നന്മയും സ്നേഹവും ആ ഒരു പ്രകൃതി ഭംഗിയും ഒക്കെ നമുക്ക് ശരിക്കും ഒന്ന് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഒരു തവണയെങ്കിലും പ്രവാസിയാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അവർക്കാണ് ഇത്രയധികം നാടിനെ കുറിച്ച് ഓർക്കാനും. പറഞ്ഞല്ലോ, ക്രിസ്മസ് ന്യൂ ഇയർ ആകുമ്പോൾ എപ്പോഴും പ്രിയപ്പെട്ടവർക്കൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതൊക്കെ ആ ഒരു ഫീലിംഗ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഒരു തവണയെങ്കിലും നമ്മൾ നാട് വിട്ട് മാറി നിൽക്കുമ്പോഴാണെന്ന് തോന്നുന്നു, അല്ലെ? ശരിയല്ലേ? സ്മിത പറഞ്ഞത് 100% ശരിയാണ്. നമ്മള് നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാടിന്റെ ഒരു സുഖം നമുക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. അത് നമ്മൾക്ക് മിസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോ എപ്പോഴും ഏതൊരു പ്രവാസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവന്റെ നാടും വീടും നാട്ടുകാരും ആൾക്കാരും ഒക്കെ തന്നെയായിരിക്കും. അപ്പോ തിരിച്ചു നാട്ടിലെത്തുമ്പോ, നാട്ടിൽ വന്ന് ഇറങ്ങുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അതെ, മനോജ് മ്യൂസിക്കുമായിട്ട് വളരെ കണക്ട് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു പാട്ട് പ്രതീക്ഷിച്ചൂടെ? തീർച്ചയായിട്ടും ഞാൻ 2 വരി പാടിത്തരാം. എനിക്ക് അടുത്തിടെ എനിക്ക് ഈ വോക്കൽ കോഡിൽ ഒരു നോഡ്യൂളിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഒരു 2 പ്രോഗ്രാം അടുപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 2 ആഴ്ച വോയിസ് റെസ്റ്റ് എന്നുള്ള രീതിയിലേക്കാണ് എന്റെ ഒരു അവസ്ഥ. ഇപ്പൊ ന്യൂ ഇയറിന്റെ ഷോയും കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ഷോയും ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ വോയിസിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇപ്പൊ വോയിസ് റെസ്റ്റിലിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 വരി പാടാം. സുഖം ഒരു ഗ്രീഷ്മമിറങ്ങിയ ഭൂവിൽ നിഴൽ മാത്രം മനം അതു തേടി നടന്നൊരു പ്രാന്തൻ പ്രതിഭാസം. സുഖം ഒരു ഗ്രീഷ്മമിറങ്ങിയ ഭൂവിൽ നിഴൽ മാത്രം. സത്യം
സത്യമിവിടെ ശരശയ്യകളിൽ നിത്യം തൽപ്പം തിരയുമ്പോ മനസാക്ഷികളിൽ പൊയ്മുഖം ചാത്തി മനുഷ്യൻ മാത്രം ചിരിക്കുന്നു. ആ എൻഡിലത്തെ ചിരി പാട്ട് പോലെ തന്നെ വളരെ മനോഹരായിരിക്കുന്നു. ആ ചിരി കേട്ടപ്പോ എനിക്ക് തോന്നുന്നു പ്രേം നസീറിന്റെ ശബ്ദം അനുകരിക്കാൻ ഏകദേശം ആവുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഡയലോഗ് കൂടി. MS വിശ്വനാഥ് സാറിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലെ കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച. അതെ. അപ്പൊ അതിന്റെ ആ പാട്ടിന്റെ ഇടയിലാണ് ഈ പ്രേം നസീർ സാറിന്റെ ഡയലോഗ് ചെയ്യാറുള്ളത്. അപ്പൊ ആ പാട്ടിന്റെ ഒരു വരി പാടിക്കൊണ്ട് ചെയ്യാം. ഓക്കെ. ഓ ഷുവർ. സ്ത്രീയൊരു വികാര വൈഡൂര്യ ബിന്ദു. ശരിയാണ്. ഏതൊരു ചിപ്പിയിൽ വീണാൽ വൈഡൂര്യമാകും, പൂവിൽ വീണാൽ പരാഗമാകും. തുടരുത്, അതെടുത്തെറിയരുത്. അടിപൊളി അടിപൊളി. പിന്നെ ആ പാട്ടിലെ എൻഡിലത്തെ ചിരി ആ ഒറിജിനൽ സോങ്ങിലുള്ളതാണ് കേട്ടോ. ആ സുഖം ഒരു ഗ്രീഷ്മമിറങ്ങി എന്ന് പറയുന്ന ആ പാട്ടില് ദാസാർ ആ ചിരി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് ബോണസ് ആയിട്ട് ഒരു സാധനം കൊടുത്തരാം. ഇത് ആരായിരുന്നു നിങ്ങൾ പറ. ഓ ഷുവർ. പിള്ളേർ കടച്ചൂത്ത് കേട്ടോ. അത് പിന്നെ പറയണോ, നമ്മുടെ കൊച്ചിൻ ഹനീഫ സാറല്ലേ? യെസ്, മഹാനായ കൊച്ചിൻ ഹനീഫയുടെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നാട്ടിൽ വരുന്ന സമയത്ത് ഒക്കെയും റേഡിയോ ആയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? റേഡിയോ കേൾക്കാറുണ്ടോ? പിന്നെ റേഡിയോ ആണ് നമ്മുടെ ആദ്യത്തെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. റേഡിയോയിൽ നിന്നും ലളിതഗാനങ്ങൾ, ലളിത സംഗീത പാഠങ്ങളിൽ നിന്നൊക്കെ ഉള്ള വരികളൊക്കെ എഴുതിയെടുത്ത് എന്നെ ആദ്യമായിട്ട് പാട്ടുകളൊക്കെ പഠിപ്പിക്കുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. അപ്പം മമ്മി ഇത് കേട്ട് ഇത് എഴുതി എടുത്ത് എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്നു. പിന്നീട് ഈ യുവവാണിയിൽ വരുന്ന ലളിതഗാനങ്ങളും ലളിത സംഗീത പാഠങ്ങളും മറ്റ് സംഗീത പരിപാടികളൊക്കെ തന്നെ റേഡിയോയെ ആയിരുന്നു നമ്മൾ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ പാട്ടുകൾ കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് റേഡിയോ, പണ്ട് സിലോണിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രക്ഷേപണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ ഓർത്തു പോയി ഇത് ചോദിച്ചപ്പോൾ. അപ്പോൾ റേഡിയോ എന്ന് പറയുന്നത് ഒരു മാധ്യമം അക്കാലത്ത് വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കലാജീവിതത്തിൽ. നാട്ടിലിപ്പം ലീവിന് വരുന്ന സമയത്തും റേഡിയോ ഫോളോ ചെയ്യാറുണ്ടോ? പിന്നെ നാട്ടിൽ വരുമ്പോൾ റേഡിയോ കേൾക്കാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ റേഡിയോ കേൾക്കാറുണ്ട്. കൂടുതലും യാത്രകളിലാണ് കേൾക്കാറ്. കാറിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ സമയവും റേഡിയോയുടെ ശ്രോതാവാണ് ഞാൻ. 2026 കണ്ണൂർ ടാക്കീസിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. പുതുവർഷം എന്ന രീതിയിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തെങ്കിലും മനോജ് എടുത്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് റെസൊല്യൂഷൻ പറയാനൊന്നുമില്ല. പിന്നെ ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നല്ലത് ചെയ്താൽ നല്ലത് വരും. അത് പുതുവർഷം എന്നല്ല, എല്ലാ വർഷത്തിലും, കഴിഞ്ഞുപോയ വർഷങ്ങളിലും വരാനിരിക്കുന്ന വർഷങ്ങളിലും ഒക്കെ മനുഷ്യർ ആയ നമ്മൾ എപ്പോഴും നന്മ ചിന്തിക്കുക, നന്മ പ്രവർത്തിക്കുക. നല്ലത് ചെയ്താൽ നല്ലത് വരും. അത്ര തന്നെ. തീർച്ചയായും മനോജ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ പ്രവൃത്തി തന്നെയാണ് നമ്മൾ എന്താണ്, ആരാണ് എന്ന് തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്നാണ് വരുന്നത് എന്ന്. ഈ പ്രോഗ്രാമിൽ ഒരു സിനിമ ക്ലിപ്പ് കേൾപ്പിക്കും. അത് ഏത് സിനിമയാണ് എന്നാണ് പറയുന്നത്. സിനിമ കാണാറുണ്ടോ? സിനിമ ആസ്വദിക്കാറുണ്ടോ? എങ്ങനെയാണ്? ഒരു ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് ഒരു ഡ്രീം തന്നെയാണ്. എങ്ങനെയാണ് സിനിമയെ വിലയിരുത്തുന്നത്? പിന്നെ സിനിമകളൊക്കെ ധാരാളം കാണാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ സിനിമകളാണ് കാണാറുള്ളത്. ഒരുപാട് ഇഷ്ടമാണ് സിനിമ. പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ സിനിമ അഭിനയ മോഹമായിട്ട് കുറെ കാലം സിനിമ സീരിയലിന്റെ ഒക്കെ പിറകെ ഉണ്ടായിരുന്നു. ചുറ്റുപാട്ടത്തായിരുന്നു ഞാൻ ആ സമയത്തൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. കുറെ കാശും കളഞ്ഞിട്ടുണ്ട്. ഒരു ഫീച്ചർ ഫിലിമിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് MR ഗോപകുമാർ സാറിന്റെ കൂടെ. അത് ശരി. പക്ഷെ നിർഭാഗ്യവശാൽ അത് ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. പെട്ടിയിൽ തന്നെ ഇരിക്കുകയാണ് ആ പടം. പിന്നീട് എന്റെ പ്രവർത്തന മേഖല വേറൊരു രീതിയിലേക്ക് മാറി. ഞാൻ അതിന്റെ ഭാഗമായി. പിന്നെ ഇപ്പോഴും സിനിമ എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയുന്നത്, ഒരു സ്വപ്നം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ വേണമെങ്കിൽ ആവാം, പക്ഷെ അതിന്റെ പുറകെ പോയിട്ട് മെനക്കെടാറില്ല. അത്ര. അപ്പോ നമുക്ക് ക്ലിപ്പ് കേൾക്കാം. ചലഞ്ചിന് റെഡിയല്ലേ? ഓ അണ്ണാ, അണ്ണനോ? ആരാ, എവിടെന്നാ, എന്ത് വേണം, എന്താ കാര്യം? ലാസർ പാലയെന്ന് ഒരു കാപ്പ് ഓടിക്കണം, എന്റെ ഭാര്യ ഒന്ന് കാണണം. അണ്ണ അവളൊന്ന് വിളിക്കാമോ? ഒന്ന് വിളിയെണ്ണ. ഇയാളുടെ ഭാര്യ ഇവിടെ എന്ത് പണി ചെയ്യണ്? ഇവിടെ അവള് ഭാര്യയുടെ പണി തന്നെ ചെയ്യുന്നത്. പോക്കിരിത്തരം പറയുന്നോടാ. കാണിക്കല്ലേ, വല്ലവന്റെ ഭാര്യ ഒളിച്ച് താമസിക്കുന്നതാണോ പോക്കത്തരം? ഇവിടത്തെ കൊച്ചുമായലയുടെ ഭാര്യയും കൊച്ചുമായിട്ട് താമസിക്കുന്നത് എന്റെ ഭാര്യയും കൊച്ചുവാ. സാറേ,
ജയമോളെ ഓടി വരണേ. ഈ സീനൊക്കെ ഒരു 500 തവണ കൂടുതൽ കണ്ടിട്ടുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്നും ടി-വിയിൽ ഈ ഒരു സിനിമ വരുമ്പോ, മിനാരം എന്ന് പറയുന്ന ഈ സിനിമ വരുമ്പോ മുഴുവനായിട്ടും ഇരുന്ന് കാണാൻ ശ്രമിക്കാറുണ്ട്. അത് ഈ സിനിമ മാത്രമല്ല, മിനാരം, കിലുക്കം, ചിത്രം തുടങ്ങിയ നിരവധി സിനിമകളുണ്ട് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ആയിട്ട് ഇറങ്ങിയ. ഇപ്പൊ മിനാരം എന്ന ചിത്രത്തിലെ ഏറ്റവും മനോഹരവും ഗംഭീരമായിട്ടുള്ള ഈ ഒരു സീനാണ്. ഭയങ്കര രസമായിട്ടുണ്ട്. ഗംഭീര ഒരു ചിരിച്ചു മറിയുന്നൊരു സാധനം അതിനകത്തുണ്ട്. എന്താ അറിയാം, പെൺകുഞ്ഞിന് ആരെങ്കിലും മുത്തൂന്ന് പേരിടൂടാ ജീവിക്കുമ്പോൾ. എന്തുകൊണ്ടായിക്കൂടാ? എന്റെ അമ്മയുടെ പേര് പീതാംബരൻ എന്നായിരുന്നു. അപ്പൊ ശങ്കരാടിയുടെ ഒരു ഡയലോഗുണ്ട്, എനിക്കറിയാം ഇവന്റെ അച്ഛന്റെ പേര് ഭവാനി എന്നായിരുന്നു. അത് ഭയങ്കര രസമില്ല. ഇതിപ്പോ എത്ര കേട്ടാലും എത്ര തവണ കേട്ടാലും നമുക്ക് ചിരിക്കാണ്ടിരിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ആണ് അതെല്ലാം. എനിക്ക് തോന്നുന്നു 80-90 കാലഘട്ടത്തിൽ ജനിച്ച് ജീവിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സിനിമകൾ, കിലുക്കം, വെന്നാരം, ചിത്രം, അതുപോലുള്ള സിനിമകളെല്ലാം ഉണ്ടാക്കിയ ഒരു വൈബ് എന്ന് പറയുന്നത് അത് ഭയങ്കര കൂടുതലാണ്. ഏതായാലും പരിചയപ്പെടാൻ സാധിച്ചു, സംസാരിക്കാൻ സാധിച്ചു. വലിയ സന്തോഷം. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. പുതുവർഷം നല്ല പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ആകാശവാണിയുടെ എല്ലാ പ്രവർത്തകർക്കും ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരിയാണ്. ഈ വരും വർഷം ഏറ്റവും ഭംഗിയുള്ളതായിട്ട് മാറട്ടെ ജീവിതം എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.